അമ്മയ്ക്കാണെങ്കിൽ വന്ദേ ഭാരതിലൊന്ന് കയറണം, എനിക്കാണെന്നുണ്ടെങ്കിൽ റഹ്മത്തിൽ നിന്ന് ബിരിയാണി കഴിക്കണം, പപ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല കോഴിക്കോട് ഹൽവ മേടിക്കണം. എന്താപ്പാ നമുക്ക് കോഴിക്കോട് ഇരുന്ന് പോയിട്ട് വന്നാലോ? 4 മണിയാകുമ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നവരാ. എന്തായാലും 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. വേറൊന്നും അല്ല കേട്ടോ, ഹസ്ബൻഡിനെയും ആളുടെ ഫ്രണ്ടിനെയും നമ്മൾ ഗോവയ്ക്ക് പറഞ്ഞു വിടുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റപ്പോഴാട്ടോ ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. കാരണം രാത്രി വരെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അപ്പം യാതൊരു പ്രതീക്ഷയില്ലാതായിരുന്നു ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ എന്തായാലും ഒട്ടും താമസിക്കണ്ടെന്ന് വിചാരിച്ച് നേരെ റെഡിയാവാൻ വേണ്ടി കയറി. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനൊരു ട്രിപ്പ് ആദ്യമായിട്ടുമാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വളരെ സക്സസ്ഫുള്ളായിട്ട് കൺഫേം ആകുന്നത്. അങ്ങനെ നമ്മൾ റെഡിയായി നേരെ ഊബറിന് കയറി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഞങ്ങൾ നേരത്തെ 8:30 ട്രെയിനിന് ഞങ്ങളൊരു 7:45 റെയിൽവേ സ്റ്റേഷനിൽ വന്നു. കാരണം നമ്മൾ താമസിച്ചിട്ട് വെറുതെ നമ്മുടെ ട്രെയിൻ മിസ്സാവാൻ പാടില്ലല്ലോ. ലിയോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ കാർട്ടൂൺസിലും അല്ലെങ്കിൽ ടോയ്സൊക്കെ ആയിട്ട് കാണുന്ന ട്രെയിൻ നേരിട്ട് കാണുമ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടിയിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൺഫേം ടിക്കറ്റ് എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ്. സിനിമയിൽ പറയുന്ന പോലെ കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം എന്നല്ലേ. അതുപോലെ നമ്മുടെ പാരൻസ് എന്തെങ്കിലും ആഗ്രഹം പറയുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു വന്ദേ ഭാരതിൽ കയറണം എന്നുള്ളത്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ട് ട്രെയിൻ ടിക്കറ്റ് കൺഫേമും ആയി. അങ്ങനെ ഞങ്ങൾക്ക് ഫൈനലി ഇതിനുള്ളിൽ കയറാനും പറ്റി. ഭയങ്കര അടിപൊളിയാട്ടോ. നമ്മുടെ സാധാ ട്രെയിൻ പോലെയല്ല കേട്ടോ, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ വിത്ത് ഫുഡ് അടക്കാട്ടോ ബുക്ക് ചെയ്തത്. ഞങ്ങൾ രാവിലെ 8:30 കയറിയത് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഫുഡ് ഒരുപാട് അടിപൊളി എന്ന് പറയാനുമില്ല, എന്നാൽ ഭയങ്കര ലോയും അല്ല, ഒരു ആവറേജ് ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് നൂലപ്പവും മുട്ടക്കറിയും ചട്നിയും പിന്നെ ഒരു സ്വീറ്റും ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ കൊള്ളാം. ലിയോ ഇസ് സോ എക്സൈറ്റഡ് ബിക്കോസ് അവന് ഈ കുറച്ചായിട്ട് എഗ്ഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പഠിച്ച ഒരു വാക്കാണ് ഇപ്പം എഗ്ഗ് എന്നുള്ളത്. അതുകൊണ്ടാണ് അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കോഫിയും കിട്ടി. അവർ ചോദിക്കും കേട്ടോ, കോഫി വേണോ ടീ വേണോ എന്നുള്ളത് അവർ പ്രത്യേകം ചോദിക്കും. ഞങ്ങൾ കോഫിയെ പറഞ്ഞ അടിപൊളിയായിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ 2 ക്ലാസ്സസ് ഓഫ് സീറ്റാണുള്ളത്. അത് ഒന്ന് AC എക്സിക്യൂട്ടീവ് ക്ലാസ്സും ഒന്ന് AC ചെയറുമാണ്. നമ്മൾ AC ചെയറായിരുന്നു എടുത്തിരുന്നത്. കാരണം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം എന്ന് നമ്മൾ വിചാരിച്ചു. എറണാകുളം ടു കോഴിക്കോട് AC ചെയറിന് 730 റുപ്പീസും AC എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് 1330 ആയിരുന്നു റേറ്റ്. പിന്നെ ഈ ട്രെയിനിലെ ബാത്റൂം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നറിയോ. അടിപൊളി ശരിക്കും. ഒരു 12 മിനിറ്റ്സിന് ഡിലേ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും 11:15 ആയപ്പോൾ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മൾ ഓട്ടോ കയറി മിഠായി തെരുവിൽ ഇറങ്ങി. ഓട്ടോയിൽ വരേണ്ട ദൂരമൊന്നും ഇല്ല കേട്ടോ, നടന്നു വരാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു കോൾഡൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഓട്ടോ കയറി പോന്നു. അവിടെ നിന്ന് നടന്ന് നമ്മൾ ഹോട്ടൽ റഹ്മത്തിലെത്തി. ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, സ്പ്രിങ് ചിക്കൻ ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ ഓട്ടോ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട്, കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് വന്നിട്ട് ബീച്ച് കാണാതെ പോകുന്നത് മോശമല്ലേ. അപ്പം നേരെ കോഴിക്കോട് ബീച്ചിലെത്തി. നമ്മൾ ഏതാണ്ട് ഏറെക്കുറെ 1 മണി 1:30 സമയത്ത് അവിടെ ചെന്നതുകൊണ്ട് തീരെ വെയിലും ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അയ്യോ, എന്തായാലും ബീച്ച് വന്ന സ്ഥിതിക്ക് നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ അതൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു. നമ്മളതെല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ ഇതിനകത്തുണ്ടല്ലോ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോ കൂടെ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോണേ. പക്ഷേ നമ്മൾ ഇറക്കിയൊന്നുമില്ല, ഭയങ്കര വെയിലായിരുന്നത് കൊണ്ടേ. പിന്നെ അടുത്ത സാധനം നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അടുത്ത സാധനം നമ്മുടെ ഐസ്വരതി. അത് ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ 3 പേരോടെ കഴിച്ചു നോക്കി. കുഴപ്പമില്ല. പിന്നെ കാടമുട്ട മസാല, ഇതും ഞാൻ വ്ളോഗിലൊക്കെ കണ്ടേക്കുന്ന കേട്ടോ. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ബീച്ച് സൈഡിൽ തന്നെയായിരുന്നു ദ ഷാപ്പ് റെസ്റ്റോറൻറ്റ്. അടിപൊളി ആംബിയൻസ്, ഒന്നും പറയാനില്ല. നമുക്ക് ആദ്യം തന്നെ കഞ്ഞിവെള്ളം തന്നു, കള്ളല്ല അത്. നമ്മൾ ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴറിഞ്ഞു ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ടെന്നുള്ള കാര്യം. ഇത് ചക്ക വരട്ടിയത് പ്ലസ് പഴം പ്ലസ് പായസം പ്ലസ് ഐസ്ക്രീം.
അങ്ങനെ ഒരു ഡെസേർട്ടാണ്. നമ്മളിതിന് മാത്രം വന്നാൽ അപ്പോഴേക്കും ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങായും ഉപ്പും മുളകും വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം ഇത് നമ്മൾ പണ്ട് ഉപ്പും മുളകും കൂട്ടിയിട്ട് മാങ്ങ കഴിക്കില്ലേ, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിലാണെന്നാണ് എന്നോട് അവർ പറഞ്ഞത്. അങ്ങനെ ഷാപ്പിനോടും നമ്മൾ ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്നും അടുത്ത ഓട്ടോ കയറി. നമ്മൾ ബീച്ചിൽ നിന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് കൺഫേം ആവുന്നത്. കാരണം അത്രയും നേരവും നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നേരെ അവിടെ നിന്ന് നമ്മൾ മിഠായി തെരുവിലോട്ട് തന്നെ തിരിച്ചു വന്നു. കാരണം നമുക്ക് ഷോപ്പിങ്ങും പിന്നെ ഹൽവയൊക്കെ മേടിക്കാനുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് 4:30 ട്രെയിൻ പിടിക്കാൻ വേണ്ടി നമ്മൾ 4 മണിയായപ്പോൾ സ്റ്റേഷനിലെത്തി. അങ്ങനെ 4:30 ട്രെയിൻ വന്നു. ഇതും നമ്മൾ വിത്ത് ഫുഡ് അടക്കമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഈവനിങ് സ്നാക്കാണ് കിട്ടിയത്. മിക്സ്ചർ, ക്രീം ബണ്ണ്, പിന്നെ പരിപ്പ് വട, കപ്പലണ്ടി മിഠായി, പിന്നെ ചായ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ടൈം വന്നിട്ട് 4:30 നമ്മൾ കോഴിക്കോട് നിന്ന് കയറി 7:17 എറണാകുളത്ത് എത്തുന്ന രീതിയിലായിരുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒരു 1 ഡേ ട്രിപ്പ് ഇറ്റ്സ് റിയലി ഗുഡ്. കാരണം നമുക്ക് കോഴിക്കോട് അത്യാവശ്യം നമുക്ക് കാണാനും ഫുഡുകൾ കഴിക്കാനും എല്ലാം പറ്റി ഒരു നമ്മളുടെ ബിസി ലൈഫിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മൾ ഒരുപാട് ടയേർഡായിട്ടൊന്നും ഉണ്ടായില്ല. എന്തായാലും വളരെ ഗംഭീരമായ ഒരു 1 ഡേ ട്രിപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയൊരു അടിപൊളി സംഭവം ഉണ്ടായിട്ടും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും എല്ലാവരും വന്ദേ ഭാരത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. And thank you so much for watching this video. If you like this video, please do like, share and subscribe.